അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കത്തൈഫ് എന്ന് പറയുന്ന അറബിക് സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ഫില്ലിങ്ങിൽ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം 3.5 കപ്പ് വേണം. ടോട്ടൽ 3 കപ്പ് നമുക്ക് ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ച 1/2 കപ്പിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നേരത്തെ നമ്മളെടുത്ത വെള്ളത്തിൻ്റെ ആ സെയിം കപ്പ് തന്നെ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ആ സെയിം കപ്പ് തന്നെ 2 കപ്പ് മൈദ കൂടെ ചേർക്കാം. 1 കപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് വേണ്ടത്. അതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂറേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡേൻ്റെ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. 2 പീസ് പട്ട കൂടെ ചേർക്കാം. 4-5 ഏലക്കായ് കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് കുറുകി വരട്ടെ. നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് മാറ്റാം. അടുത്തത് ഒരു പാൻ വെച്ച് നേരത്തെ റെഡിയാക്കി വെച്ച ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. റെഡിയാക്കി വെച്ച മാവൊക്കെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലാ മാവും അതുപോലെ ചുട്ടെടുക്കാം. ശേഷം ഒരു കവറ് അതുപോലെ ഒരു ടവലെടുത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അടുത്ത് നമുക്ക് അടുത്ത ഫില്ലിങ് തയ്യാറാക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സിമ്മ് ഓണാക്കി ഇടാൻ പാടില്ല. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ റവ കൂടെ ചേർക്കാം. അടുത്തത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലോർ ചേർക്കുന്ന ചെറിയൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ക്രീമാണിത്. ശേഷം നന്നായി കുറുക്കിയെടുക്കാം. ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ക്രീമായിട്ട് വരണം. 1/2 കപ്പ് ഷുഗർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്രീം പോലെ ആയി വരണം. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി. അതിലേക്ക്
ഡ്രൈ കോക്കനട്ട് കൂടെ ചേർത്ത് നന്നായി സിമ്മിലിട്ട് നന്നായി വറ്റിച്ചെടുക്കാം. അടുത്തത് 1 കപ്പ് വാൾനട്ട് എടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ഫില്ലിംഗ് ആണ്. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഡ്രൈ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചത് 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഹണി ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊടിച്ചു വെച്ച രണ്ടാമത്തെ ഫില്ലിംഗ്. പിന്നെ വേണ്ടത് പിസ്ത പൊടിച്ചത്. നമ്മൾ നേരത്തെ ചുട്ടെടുത്ത പാൻ കേക്കാണിത്. ഫസ്റ്റ് ചെയ്തെടുത്ത ഫില്ലിംഗാണ്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മങ്ങനെ ഫില്ലിങ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇതുപോലൊരു പാൻ കേക്കിൻ്റെ ഇതെടുത്ത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നന്നായി പ്രസ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പകുതി മൊത്തം ഞാൻ ഇതുപോലെ ഈ ഒരു ഫില്ലിങ് വെച്ചാണ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പിൽ നമ്മൾ അടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. പകുതി മൊത്തം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ബാക്കി വരുന്ന പാൻ കേക്കിൻ്റെ മാവ് കൊണ്ട് നമുക്ക് അടുത്ത ഫില്ലിങ് തയ്യാറാക്കാം. ശേഷം ഒരു സ്പൂണിൽ ഇതുപോലെ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ശേഷം ബാക്കിയുള്ള മാവൊക്കെ നമുക്കതുപോലെ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഈ ഫില്ലിങ്ങിനാണ് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ നമുക്ക് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മേലേക്കും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. 2 ടൈപ്പ് ഫില്ലിങ്ങുള്ള കത്തൈഫും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അറബിക് സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.